ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. 100 സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം. പല സംസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരാൻ വൈകിയത്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചർച്ചകൾക്കായി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയും സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങുകയും ചെയ്തു. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമായ ആം ആദ്മി പാർട്ടിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇരു നേതാക്കളും കൈക്കൊള്ളുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷമുണ്ടാകും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ സീറ്റിൽ മത്സരിക്കുന്നതിന് നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേസമയം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ആലപ്പുഴ സീറ്റിൽ നടൻ സിദ്ദിഖ്, കോൺഗ്രസ് നേതാക്കളായ AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും KC വേണുഗോപാലിന് പുറമെ പരിഗണനയിലുണ്ട്. സാമുദായിക സമവാക്യം ഉൾപ്പെടെ പരിഗണിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് സാധ്യത. സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.